നവനീത് ഡോക്ടറെ പരിചയത്തിലാണ് ഞങ്ങൾ സമതയിലേക്ക് വന്നത്. ആ ഒരു സോഷ്യൽ മീഡിയ വഴിയായിരുന്നു അറിഞ്ഞത്. അല്ലെങ്കിൽ വന്ന 2 മക്കളും അഡ്ജസ്റ്റ് ആവും, അങ്ങനെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പക്ഷേ എന്താ പറയുക, ഒരാളെ ഇവിടെ ആക്കിയിട്ട് മറ്റേ ആളെ വീട്ടിൽ കൊണ്ടുവിടാമെന്നായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു രാത്രി കഴിഞ്ഞപ്പോഴത്തേക്കും മോൾ ഇവിടെ കുറച്ചുകൂടി പരിചയമായി. 2 ദിവസമായി, 3 ദിവസമായി. അങ്ങനെ ഞങ്ങൾ ആദ്യം എൻ്റെ ഏറ്റവും വലിയ ആങ്സൈറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇളയാളെയും കൊണ്ട് വരുന്നു, പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, നമ്മളെ കാര്യം നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂത്ത ആൾ ഒരുപാട് സഫർ ചെയ്യുമോ, അതൊരു ഒരു ട്രോമ പോലെ അവൾക്ക് ആയിപ്പോവോ, ഒറ്റപ്പെടലുണ്ടാവുമോ, അങ്ങനെ ഭയങ്കര ഒരു ഇതുകൂടെയായിരുന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഒട്ടും മനസ്സില്ലാതെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങണമെന്നേ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഈ അടുത്ത് ഈ ഒരു 14 ദിവസം പോയത് അറിഞ്ഞില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്താന്ന് പറഞ്ഞാൽ, ഈ അടുത്ത് മൂത്തയാളോട് ഞാൻ ചോദിച്ചു ഏത് വീട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത്. ഇവിടെ എൻ്റെ വീട്ടിൽ പോകണോ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകണോ, അല്ല നമ്മൾ ഇവിടെ നിൽക്കണോ, എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തു. അപ്പോൾ മൂത്തയാൾ പറഞ്ഞതാണ് എനിക്ക് സമതയിൽ നിന്നാൽ മതിയെന്ന്. അതുതന്നെയാണ് നമ്മൾ ഈ 14 days സ്റ്റേയുടെ എന്താ പറയുക സമ്മറി എന്ന് പറയാം. അപ്പാർട്ട് ഫ്രം ട്രീറ്റ്മെൻറ്റ് എന്താ പറയുക, നമ്മൾ ഭയങ്കര ഒരു മെൻ്റലി വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. അതിന് അങ്ങോട്ടുള്ളതും ആ പോസിറ്റിവിറ്റി നിൽക്കും എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് പോകുന്നത്. ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിലും തെറാപ്പിസ്റ്റുകളാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ എന്താ പറയുക, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഡിസ്കംഫേർട്ട് പറയാൻ പറ്റണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താ പറയുക പ്രോപ്പറായിട്ട് ചെയ്തു. അപ്പം നമ്മൾ മെൻ്റൽ വെൽബീയിങ് അതുപോലെ ഫിസിക്കലും എല്ലാം ഒരുപോലെ വന്നാലേ നമുക്കൊരു പോകുമ്പോഴൊരു സുഖമായി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ്, അതുപോലെ ഇവിടുത്തെ ചേച്ചിമാരും, അത് 2 മക്കളും ഹസ്ബൻഡുമായി പകൽ സമയത്ത് മിക്കവാറും ആരും കുട്ടികളും ഞാനും മാത്രമേ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് എന്താ പറയുക, നമ്മൾ വീട്ടിൽ ഒന്ന് പക്ഷേ എന്താ ശരിക്കും ഒരു ഹോംലി ഫീലിങ്ങോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, ഇനിയും തിരിച്ചു സാധാരണ നമ്മൾ ഹോസ്പിറ്റൽ പോലുള്ള ഒരു സെറ്റപ്പ് എന്ന് ഇറങ്ങുമ്പോൾ ഇനി ഇങ്ങോട്ട് വരേ വേണ്ട, കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഇതിലായിരിക്കും. പക്ഷേ ഇവിടുന്ന് വീണ്ടും എന്തായാലും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി തിരിച്ചു വരണം, കുറച്ച് നാളും കൂടി ഇവിടെ നിൽക്കണം. മക്കളും എല്ലാവരും അവരും നമ്മളും ഇതാ പറഞ്ഞത്, നവനീത് ഡോക്ടറെ ഒരു പരിചയത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അതുപോലെ സരിക ഡോക്ടറും മറ്റു ചേച്ചിമാരും തെറാപ്പിസ്റ്റുകളും എല്ലാവരും ഇനിയും എല്ലാവരും ഒന്നും കൂടി കാണണം, ഒന്നും കൂടി ഒരുമിച്ച് നിൽക്കണം, ഈ റിലേഷൻഷിപ്പ് ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. ഇനിയും ഒരുപാട് അമ്മമാർക്കും അതുപോലെ സപ്പോർട്ട് ആവശ്യമുള്ള എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റട്ടെ.